ഹായ്, ഹൗ യു ഓൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SNLE കുറിച്ചാണ്. എന്താണ് SNLE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോമട്രി എക്സാം തന്നെയാണ് ഈ SNLE, സൗദി നേഴ്സിംഗ് ലൈസൻസ് എക്സാം. സൗദി നേഴ്സിംഗ് ലൈസൻസ് എക്സാം എന്ന് പറയുന്നത് പോമട്രി എക്സാം തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, അതായത് ഇന്നത്തെ എൻ്റെ ടിപ്സ്, അതായത് പോമട്രി എക്സാം നിങ്ങൾക്ക് എപ്പം എഴുതാമെന്ന് ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത് നാട്ടിൽ നിന്ന് ബെറ്റർ എഴുതിയിട്ട് വരുന്നത് തന്നെയായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സൗദി അറേബ്യയിൽ വന്നതിന് ശേഷം എഴുതാമെന്നുള്ളൊരു പെൻഡിങ് വെക്കാൻ പാടുള്ളൂ. അതർവൈസ് നിങ്ങൾ ഏറ്റവും ബെറ്റർ നാട്ടിൽ നിന്ന് എഴുതിയിട്ട് വരുന്നത് തന്നെയായിരിക്കും. കാരണം ഇവിടെ വന്നിട്ട് എഴുതാമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടാണ്ട് വരാം. നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ കയറി വരുമ്പോൾ ചിലപ്പോൾ പല സ്ഥലത്തും 3 ഷിഫ്റ്റ് 12 ഷിഫ്റ്റ് ഒക്കെ തന്നെയായിരിക്കും ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടൈമുകളും അതൊന്നും കിട്ടാണ്ട് വരും. പിന്നെ വേറൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ട് ഫിനിഷ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ എക്സാം എഴുതിയെടുത്ത് പാസ്സായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, 1 ഇയറിനുള്ളിൽ നമുക്ക് കിട്ടുന്ന അറ്റംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വെറും 3 അറ്റംപ്റ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എഴുതാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ സമയം കിട്ടാണ്ട് വരും. അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടന്റ് തിങ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ എലിജിബിലിറ്റി നമ്പർ എടുക്കുന്ന സമയത്ത്, അതായത് എന്തായിരുന്നാലും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് 2 ഇയർ എക്സ്പീരിയൻസ് വേണ്ടി വരും. അപ്പോൾ എലിജിബിലിറ്റി നമ്പർ നിങ്ങളുടെ ഏജൻസി ആർക്കാണോ നിങ്ങൾ ഇത് കൊടുക്കുന്നത് അവരെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ എലിജിബിലിറ്റി നമ്പർ ടെക്നീഷ്യൻ ആണോ സ്പെഷ്യലിസ്റ്റ് ആണോ എന്നുള്ളത്. കാരണം BSc ആയിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് സ്പെഷ്യലിസ്റ്റ് തന്നെയായിരിക്കും. ഇൻ കേസ് ടെക്നീഷ്യൻ ആണെങ്കിൽ അതെന്തായിരുന്നാലും മാറ്റിയിട്ട് സ്പെഷ്യലിസ്റ്റിന്റെ എക്സാം തന്നെയാണ് നിങ്ങൾ നാട്ടിൽ നിന്ന് എഴുതിയിട്ട് വരാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിലെ സ്പെഷ്യലിസ്റ്റും നിങ്ങളുടെ സൗദി കൗൺസിൽ ടെക്നീഷ്യൻ ആയിരിക്കുമ്പോൾ അത് പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് നാട്ടിൽ നിന്ന് തന്നെ എക്സാം എഴുതിച്ചിട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ട് വരാം. ഓക്കെ.